Assalamualaikum, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫേസ് ക്രീമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം തന്നെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം ലോട്ടസ് വൈറ്റനിങ് ക്രീമാണ്. അപ്പം ഈ കറണ്ടിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലോട്ടസ് ആണ് കേട്ടോ. ലോട്ടസ് ഹെർബൽസ് വൈറ്റ് ഗ്ലോ സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീം. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു ക്രീമാണ്. ഇപ്പോൾ കറന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡീപ്പ് മോയ്സ്ചറൈസിങ് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോട്ടസ് ഹെർബൽസിൻ്റെ ജെൽ ക്രീമായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഈ ക്രീം ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. ലോട്ടസിന് ഒരുപാട് ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ ഫ്ലേവറാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലേവറാണ്. എനിക്ക് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഏകദേശം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 years എങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഈ ഒരു ലോട്ടസിലോട്ട് തന്നെ വരാറുണ്ട്. എന്നാലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ടൈം നിങ്ങൾ ഏത് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ചില സ്കിൻ ടൈപ്പിന്, എല്ലാ സ്കിൻ ടൈപ്പിനല്ല, ചില സ്കിൻ ടൈപ്പിന് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നോർമൽ അല്ല, ഡ്രൈ അല്ല, അങ്ങനത്തെ ഒരു സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിമ്പിൾസ് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. അഥവാ നിങ്ങൾക്ക് പിമ്പിൾസ് വരാണെങ്കിൽ നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്ത് നിർത്തണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് നോക്കുക. ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിമ്പിൾസ് ഒക്കെ താനെ പോകും. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ 10 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമാണെന്ന്. അപ്പോഴൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ ബോട്ടിൽസൊക്കെ ഞാൻ കുറേയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽ ഞാൻ എന്തായാലും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുവിധം ബോട്ടിൽസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ നിറയെ ബോട്ടിൽസ് ഉണ്ട്. ഇതിനേക്കാളും ബോട്ടിൽസ് ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ ചിലപ്പം കിട്ടുന്നുണ്ടാവും. എന്നാലും ഞാൻ എടുത്ത് വെച്ചത് ഇത്രയും ബോട്ടിൽസ് ആണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രീം അതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. പിന്നെ എന്താ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത്രയും ബോട്ടിൽസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഉണ്ടാകും. ഇനി ഇവിടെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ബോട്ടിൽസ് ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ക്രീമാണ്. പിന്നെ അതല്ല, ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോട്ടസ് എന്ന് പറയുന്ന ക്രീമിൽ PA++ വന്നിട്ടുണ്ട്, സൺസ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് വേറെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സൺ പ്രൊട്ടക്ഷൻ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും, യാതൊരുവിധ പ്രോബ്ലങ്ങളും, സൺ ടാൻ അടിക്കുന്ന അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ 100% ഗ്യാരണ്ടി തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലോട്ടസ് എന്ന് പറയുന്ന ക്രീമിൻ്റെ റിവ്യൂ. പിന്നെ വേറെ എന്താണ്, ഇതൊരു പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർവ് ആവും. പിന്നെ ഒരു സ്വെറ്റ്, പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു വെയിലൊക്കെ തട്ടുമല്ലോ, അപ്പോൾ ഒരു സ്വെറ്റ് വിയർക്കണ പോലെ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും. ആ ഒരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വേറെ നെഗറ്റീവായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലോട്ടസ് എന്ന് പറയുന്ന ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വൈറ്റനിങ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ഒരിക്കലും മീൻസ് കുറച്ചൊക്കെ നിങ്ങൾ തേച്ച് ഒരു കുറേയൊക്കെ നിങ്ങൾ ഡെയിലി തന്നെ ഇപ്പം സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫേസ് ഒന്ന് വൈറ്റൻ ചെയ്യാം. അല്ലാതെ പെട്ടെന്ന് വൈറ്റൻ ആകുന്ന അങ്ങനത്തെ ഒരു ക്രീമല്ല. ഇപ്പോൾ ഫേസ ലൂക്ക അങ്ങനത്തെ ഒക്കെ ഒരു ക്രീമല്ല ഇത് കേട്ടോ. ഇത് സത്യം പറയുന്നത് ഒരു ഹെർബൽ ക്രീമാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് വാങ്ങിക്കാൻ നിൽക്കണ്ട. ഓക്കെ, പിന്നെ ഇതൊരു നല്ലൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്രീമാണ്. നമ്മുടെ ലോറിയലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്രീമാണ് നമ്മുടെ ലോട്ടസ് ഹെർബൽ എന്ന് പറയുന്ന ക്രീം. പിന്നെ പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി തരാം. എന്നാലും ഇന്നടുത്ത് 2-3 പേരൊക്കെ ഒരു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുഖക്കുരു വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചില സ്കിൻ ടൈപ്പിന് പിമ്പിൾസ് വരാൻ
വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിമ്പിൾസൊക്കെ താനെ പോകും, പിന്നെ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് അങ്ങനെ വലിയ പിമ്പിൾസ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഇടുക അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അതിലേക്കും ബൈ. ഞാൻ ഫാൻ ഇടാത്ത കാരണം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വിയർക്കാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് എൻ്റെ വിയർത്തൊലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ.